പ്രകൃതിയിൽ നിന്ന് കുറേയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇതിലൂടെ ചില സംശയങ്ങളും ചർച്ചയാവുകയാണ്. ലോകാവസാനത്തിന്റെ സംശയം ആളുകൾക്കിടയിൽ നടക്കുന്ന വലിയൊരു ചർച്ചയാണ്. പ്രകൃതിയിൽ ചുറ്റിലും കാണപ്പെടുന്ന പല ജീവികളും വംശനാശത്തിലൂടെ അപ്രത്യക്ഷമാകുമ്പോൾ പലയിടത്തു നിന്നും ഉയരുന്ന ഒരു ചോദ്യമാണ് മനുഷ്യന് വംശനാശം സംഭവിക്കുമോ എന്നത്. മനുഷ്യർക്ക് വംശനാശം സംഭവിക്കുമെന്നാണ് ചില പഠനങ്ങളും പറയുന്നത്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഈ ചോദ്യം. ഇത് സംബന്ധിച്ച് ചില ശാസ്ത്രജ്ഞർ പണ്ട് മുതലേ പഠനം നടത്തുന്നുണ്ട്. നമ്മുടെ ജീവിവർഗം ഒരുപക്ഷെ മറ്റൊരു ബില്യൺ വർഷങ്ങൾ കൂടി കടന്നുപോയേക്കാം, അല്ലെങ്കിൽ ജീവിച്ചേക്കാം. പക്ഷേ സൂര്യനെ സംരക്ഷിക്കുന്ന ആവരണം ദിനംപ്രതി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വികസിച്ച് സൂര്യൻ ശുക്രന് സമാനമായ അവസ്ഥയിലേക്ക്, അതായത് കടുത്ത ചൂടിലേക്ക് എത്തും. അങ്ങനെ സംഭവിച്ചാൽ ഭൂമിയിലെ മനുഷ്യനടങ്ങുന്ന ജീവജാലങ്ങളുടെ നിലനിൽപ്പിനെ അത് സാരമായി ബാധിക്കും. കഴിഞ്ഞില്ല, ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ സാവധാനം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവ കൂടിച്ചേർന്ന് ഒടുവിൽ പാങ്കിയ അൾട്ടിമ എന്നൊരു മറ്റൊരു ഭൂഖണ്ഡത്തെ രൂപപ്പെടുത്തുകയാണ്. ഈ ഭൂഖണ്ഡം കാലാവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. ക്രമേണ ഭൂമിയിലെ മറ്റൊരു സാഹചര്യം വരണ്ടതും ചൂടുകൂടിയതുമാകും. ഇതും വംശനാശത്തിന് ഇടയാക്കുമെന്നതാണ് ഗവേഷകർ പറയുന്നത്. ഇനി അറിയേണ്ടത് മനുഷ്യർക്ക് വംശനാശം സംഭവിച്ചുവെന്ന് കരുതുക. എന്തായിരിക്കും സംഭവിക്കുന്നത് എന്ന് തന്നെയാണ്. മനുഷ്യർ പെട്ടെന്ന് ലോകത്തു നിന്നും ഇല്ലാതായി തുടങ്ങുന്ന ഒരു കാലം നമ്മുടെ മുന്നിൽ വന്നാൽ അതിനെ മറികടക്കാനുള്ള ശ്രമങ്ങൾ ശാസ്ത്രലോകം കണ്ടുപിടിക്കുമോ? ശാസ്ത്രജ്ഞരും തത്വചിന്തകരും സയൻസ് ഫിക്ഷൻ എഴുത്തുകാരുമെല്ലാം ഇത്തരം വിഷയത്തിൽ തലപുകച്ച് ആലോചിക്കുന്നുണ്ട്. മനുഷ്യഗണം അവസാനിക്കുന്നതിനുള്ള സാധ്യത ആർക്കും പൂർണ്ണമായി തള്ളിക്കളയാനും ഇതുവരെ സാധിച്ചിട്ടില്ല. ആളുകളുടെ ശബ്ദമുയർന്ന് തിരക്കിലായിരുന്ന നഗരങ്ങൾ നിശബ്ദമാവുകയും പ്രകൃതിയുടെ ശബ്ദങ്ങൾ ആധിപത്യം വീണ്ടെടുക്കുകയും ചെയ്യുന്ന സമയം, ആണവ നിലയങ്ങളുടെ റേഡിയോ ആക്റ്റീവ് വസ്തുക്കൾ ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെടുന്നതും വിഷപദാർത്ഥങ്ങൾ ചോർത്തുന്ന കെമിക്കൽ ഫാക്ടറികൾ ഉയർന്നു പൊങ്ങുന്നതെല്ലാം വംശനാശ ഭീഷണിയുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നതാണ്. മുമ്പ് ഭീഷണിയിലായതോ വംശനാശ ഭീഷണി നേരിടുന്നതോ ആയ ജീവിവർഗങ്ങൾ വീണ്ടും വളരുകയും ആവാസ വ്യവസ്ഥകൾ വീണ്ടെടുക്കുകയും ജൈവവൈവിധ്യം പുനഃസ്ഥാപിക്കുകയും ചെയ്താൽ അത് മനുഷ്യന് വെല്ലുവിളിയാണ്. മനുഷ്യൻ ഭൂമിയിൽ നിന്നും ഇല്ലാതായാൽ കാലാവസ്ഥയുടെ നില മാറുകയും അത് പ്രകൃതിവൽക്കരിക്കപ്പെടുകയും ചെയ്യും. അപ്പോൾ ഭൂമിയിലുള്ള സ്പീഷീസുകൾ പുതിയ ചുറ്റുപാടുകളുമായി പൊരുത്തപ്പെടും. ഇത് പുതിയ ജീവിവർഗങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കുകയും ചെയ്യും. അപ്പോഴും മാറ്റമില്ലാതെ തുടരുക ഹിമയുഗങ്ങളും സമുദ്രങ്ങളുമൊക്കെയായിരിക്കും. മനുഷ്യൻ ഇല്ലാതായാലും അവശേഷിപ്പുകൾ ദീർഘകാലം ഭൂമിയിൽ തന്നെ ശേഷിക്കും. മനുഷ്യൻ കെട്ടിപ്പടുത്ത സാമ്രാജ്യങ്ങൾ, സ്മാരകങ്ങൾ, പുരാവസ്തുക്കൾ എന്നിവ മനുഷ്യനേട്ടങ്ങളുടെ സാക്ഷ്യമായി മാറുകയും ചെയ്യും. അതിലേറ്റവും കൂടുതൽ കാലം നിലനിൽക്കുക ഒരുപക്ഷെ മനുഷ്യന്റെ ക്രൂരതയുടെ ഫലമായ പ്ലാസ്റ്റിക്കുകളായിരിക്കും. പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആണവ മാലിന്യങ്ങളും എല്ലാം ഭൂമിയുടെ തന്നെ നിലനിൽപ്പിന് ഭീഷണി എന്നോണം ഇവിടെ തന്നെ നിലനിൽക്കും. മനുഷ്യന് പെട്ടെന്ന് തന്നെ വംശനാശം സംഭവിച്ചാൽ അതിന്റെ അനന്തരഫലങ്ങൾ ചിലപ്പോൾ സങ്കീർണമായിരിക്കും. ഒരിക്കൽ മനുഷ്യനാൽ പരിപാലിച്ച ഒരിടം തകർന്നു തുടങ്ങിയാൽ മണ്ണ്, വെള്ളം, വായു എന്നിവയെല്ലാം മലിനപ്പെട്ടു തുടങ്ങും. ആണവോർജ്ജ നിലയങ്ങളും റേഡിയോ ആക്റ്റീവ് വസ്തുക്കളും തുടങ്ങി മനുഷ്യന്റെ നിരവധി കണ്ടുപിടുത്തങ്ങൾ പ്രകൃതിക്ക് വിനയാകും. അണക്കെട്ടുകൾ പൊട്ടുകയും ആവാസ വ്യവസ്ഥ തകിടം മറിയുകയും ചെയ്യും. ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പ്രകടമാകാൻ തുടങ്ങും. മനുഷ്യപ്രവർത്തനങ്ങളുടെ അഭാവം കാലാവസ്ഥാ വ്യതിയാനം മന്ദഗതിയിലാക്കുകയും ചെയ്യും. വനനശീകരണവും വനവൽക്കരണവും സംഭവിക്കും. പക്ഷേ പതിയെ പ്രകൃതി ഉപേക്ഷിച്ച ഭൂമിയെ ജീവികൾ ഏറ്റെടുത്തു തുടങ്ങും. കാലക്രമേണ ചുറ്റിലും പുല്ലും മരവും ഇലകളും വളർന്ന് ഭൂമിയുടെ കാലാവസ്ഥ ജീവികൾക്ക് അനുസൃതമായി മാറും. മാറുന്ന ചുറ്റുപാടുകൾ എന്നേക്കുമായി പുതിയ ജീവിവർഗങ്ങളുടെ ആവിർഭാവത്തിലേക്ക് നയിക്കും. ഭാവിയില്ലാതെ നമ്മുടെ നേട്ടങ്ങളും സമ്പാദ്യങ്ങളും സംഭാവനകളും ശൂന്യതയിലേക്ക് അവശേഷിക്കുമോ എന്നതും പറഞ്ഞു വരുമ്പോൾ ആശങ്കയുളവാക്കുന്നതാണ്. ഇന്ന് കൂട്ടിവെക്കുന്ന സമ്പാദ്യങ്ങളും നമ്മുടെ പൈതൃകവുമെല്ലാം അവശിഷ്ടങ്ങളുടെയും പുരാവസ്തുക്കളുടെയും രൂപത്തിലേക്ക് മാറുകയും ചെയ്യും. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.